വൈഫൈ വേണ്ട, ഇന്റർനെറ്റ് വേണ്ട, ഏറ്റവും പുതിയ ടെക്നോളജിയിൽ നിങ്ങളുടെ വീട്ടിലെയോ കൃഷിസ്ഥലത്തെയോ എന്തിന് മലമുകളിൽ വരെയുള്ള എത്ര ഹെവി ആയിട്ടുള്ള വാട്ടർ പമ്പും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലോകത്ത് എവിടെ ഇരുന്നും ഓണാക്കാനും ഓഫാക്കാനും ഈ ഒരൊറ്റ മുതൽ ഉപയോഗിച്ചാൽ മതി. വാട്ടർ പമ്പ് മാത്രമല്ല, നിങ്ങളുടെ ഏത് ഉപകരണവും ഇത് ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാം. പണക്കാർക്ക് മാത്രമല്ല, സാധാരണ കൃഷിക്കാർക്ക് വരെ പണവും സമയവും യാത്രയും അധ്വാനവും എല്ലാം ലാഭിച്ചു തരുന്ന ഒരു വർഷ വാറന്റിയുള്ള ഇന്ത്യൻ നിർമ്മിത ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളിയുടെ തന്നെ സംരംഭമായ വെസ്റ്റ്ലാൻഡ് ടെക്നോളജീസ് പുറത്തിറക്കുന്ന ഈ GSM റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാധാരണ ചെറിയ വാട്ടർ പമ്പ് മുതൽ ഹെവി 3 ഫേസ് വാട്ടർ പമ്പുകളും DC സോളാർ പമ്പുകളും മാത്രമല്ല, മറ്റുള്ള എല്ലാത്തരം വൈദ്യുതോപകരണങ്ങളും ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് ഓണാക്കാനും ഓഫാക്കാനും മാത്രമല്ല ടൈമർ സെറ്റ് ചെയ്യാൻ വരെ സാധ്യമാണ്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഞാൻ ഈ ഉപകരണം ഒന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം ഇതിന്റെ കണക്ഷനും വർക്കിങ്ങും ടൈമർ സെറ്റ് ചെയ്യുന്നതും എല്ലാം കാണിച്ചു തരാം. നല്ല ആകർഷകമായ ഡിസൈനിലുള്ള ഇതിന്റെ ബോക്സിൽ തന്നെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടർ പാനലുള്ള സബ്മേഴ്സിബിൾ വാട്ടർ പമ്പുകളും ഡയറക്റ്റ് സ്റ്റാർട്ടിംഗ് ഉള്ള സാധാരണ പമ്പ് സെറ്റുകളും എല്ലാം ഇതിൽ ഉപയോഗിക്കാമെന്ന് ഇതിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വർക്കിംഗ് സ്റ്റാറ്റസ് അറിയാൻ ഇതിൽ പവർ, സിഗ്നൽ, ഔട്ട്പുട്ട് എന്നിങ്ങനെ 3 ഇൻഡിക്കേറ്റർ ആണുള്ളത്. പിന്നെ ഇതിന്റെ വലതുവശത്തായിട്ട് 3 ജോഡി വയറുകളാണുള്ളത്. അതിന്റെ കണക്ഷനുകളെല്ലാം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിന്റെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് സിം കാർഡിന്റെ സ്ലോട്ടും ഇതിനാവശ്യമായിട്ടുള്ള 12 വോൾട്ട് DC കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോക്കറ്റും വരുന്നത്. ഇതിന്റെ കൂടെ ലഭിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള 12 വോൾട്ട് അഡാപ്റ്റർ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ടൈപ്പ് നാനോ സൈസിലുള്ള ഏറ്റവും ചെറിയ സിം കാർഡാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഇതിൽ 4G വോൾട്ട് സിം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജിയോ സിം ആണ്. ഈ ജിയോ സിം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊരു മെച്ചം കൂടി ഉള്ളത്, ഇതിലേക്ക് ഇൻകമിങ് കട്ടാകാതിരിക്കാൻ ഇടയ്ക്കിടെ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ജിയോ ആണെങ്കിൽ 2-3 മാസത്തിൽ ഒരിക്കൽ മാത്രം റീചാർജ് ചെയ്താൽ മതി. ജിയോ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പമ്പ് ഇരിക്കുന്ന സ്ഥലത്ത് റേഞ്ച് കിട്ടുന്ന ഇന്ത്യയുടെ ഏത് കമ്പനിയുടെ സിം കാർഡും ഉപയോഗിക്കാം. ഇനി ഈ സിം കാർഡ് എങ്ങനെയാണ് ഈ സ്ലോട്ടിനകത്തേക്ക് വെക്കേണ്ടതെന്ന് കാണിക്കാം. ഇതിൽ ഈ കട്ടിംഗ് ഉള്ള ഭാഗം ഇങ്ങനെ മുന്നിലേക്ക് പിടിച്ചിട്ട് ആ കട്ടിങ് താഴെ വരുന്ന രീതിയിൽ സിം കാർഡ് സ്ലോട്ടിലേക്ക് കടത്തി വെച്ചിട്ട് ഇങ്ങനെ നഖം ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ലോക്കായിട്ടിരുന്നോളും. ഇപ്പോൾ നമ്മൾ സിം കാർഡ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ പവർ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡിൽ നിന്നുള്ള സിഗ്നൽ ഈ ഉപകരണത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സിഗ്നൽ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഇൻഡിക്കേറ്ററും ഇതുപോലെ തെളിയും. ഇപ്പോൾ സിഗ്നൽ റെഡിയാണ്. അതായത് ഇനി നമ്മൾ ഇതിലേക്ക് ഫോൺ ചെയ്ത് നൽകുന്ന കമാൻഡുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ GSM റിമോട്ട് കൺട്രോൾ സ്വിച്ച് സജ്ജമാണ്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഈ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഏത് നമ്പറിൽ നിന്നൊക്കെ കമാൻഡുകൾ കൊടുത്താൽ മാത്രമാണ് ഇത് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. സെറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഉപകരണത്തിൽ വെച്ചിരിക്കുന്ന സിം കാർഡിലേക്ക് SMS അയച്ചുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുകളുടെ നമ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഈ GSM റിമോട്ട് കൺട്രോൾ ഓണായി സിഗ്നൽ റെഡി ആയിരിക്കുമ്പോൾ അതിലുള്ള നമ്മൾ ഇട്ടുകൊടുത്ത സിം കാർഡിൻ്റെ നമ്പറിലേക്ക് സാധാരണ മെസ്സേജ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്നത് പോലെ വലിയ അക്ഷരത്തിൽ സ്പേസ് ഇല്ലാതെ സെറ്റ് PH1, അതായത് ഒന്നാമത്തെ ഫോൺ നമ്പർ സെറ്റ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ് PH1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ അനുപാതത്തിൻ്റെ 2 കുത്തുകളും ഇട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെൻഡ് ചെയ്താൽ മതി. അത് ഉപകരണത്തിലെ സിം കാർഡിൽ കിട്ടുന്നതോടുകൂടി ഒന്നാമത്തെ നമ്പർ സെറ്റായി. ഇങ്ങനെ നിങ്ങൾക്ക് 5 നമ്പർ വരെ സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ നമ്പർ സെറ്റ് ചെയ്യാൻ സെറ്റ് PH2, പിന്നെ 2 കുത്തുകൾ ഫോൺ നമ്പർ. മൂന്നാമത്തെ ആണെങ്കിൽ സെറ്റ് PH3, അങ്ങനെ 5 നമ്പർ വരെ ചെയ്യാം. അതായത് 5 സ്ഥലത്തിരുന്ന് 5 പേർക്ക് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണത്തെ ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിൽ ഒന്നാമതായി സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ നമ്പറിൽ നിന്ന് ഇത് നിയന്ത്രിക്കുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഉപകരണത്തിലുള്ള സിം കാർഡിലേക്ക് ഇൻ്റർനെറ്റും വൈഫൈയും ഒന്നുമില്ലാതെ സാധാരണ കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഉപകരണം ഓട്ടോമാറ്റിക്കായിട്ട് കോൾ അറ്റൻഡ് ചെയ്ത ശേഷം ഇതിലുള്ള ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ ഓൺ ചെയ്യുന്നതിനായി 1 അമർത്തുക. ടെക്നിക്കൽ സപ്പോർട്ടിനായി 7012000962 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിലവിൽ ഇതിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓഫിലായതുകൊണ്ട് ഇനി ഓൺ ചെയ്യാൻ 1 ഡയൽ ചെയ്യാനാണ് പറയുന്നത്. ഫോണിൻ്റെ കീപാഡിൽ 1 ഡയൽ ചെയ്യുന്നതോടുകൂടി ഇവിടെ ഉപകരണത്തിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആവുന്നതും അതിൽ നിലവിലെ സ്റ്റാറ്റസ് ഉപകരണം ഓൺ ആണെന്ന് പറയുന്നതും കേൾക്കാം. മോട്ടോർ ഓൺ ആയിരിക്കുന്നു. ഓഫ് ചെയ്യുന്നതിനായി 0 അമർത്തുക. ഇനി ഇത് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 0 ആണ് പ്രസ് ചെയ്യേണ്ടത്. 0 ഡയൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആവുന്നതും നിങ്ങൾക്കിവിടെ കാണാം. ഇങ്ങനെ നിലവിലെ സ്റ്റാറ്റസ് കൃത്യമായി പറഞ്ഞു തരുന്നത് കൊണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് കോൾ കട്ടായാലും പിന്നെ ഡയൽ ചെയ്യുമ്പോൾ നിലവിൽ ഉപകരണം ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനും പറ്റും. മോട്ടോർ ഓൺ ആയിരിക്കുന്നു. ഓഫ് ചെയ്യുന്നതിനായി 0 അമർത്തുക.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മളിങ്ങനെ ഫോൺ വഴി പമ്പ് ഓൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ മൊബൈൽ സിഗ്നൽ കട്ടാവുകയോ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ ഒക്കെ ചെയ്താൽ പിന്നെ എങ്ങനെ പമ്പ് ഓഫ് ചെയ്യുമെന്ന്. അനേക വർഷങ്ങളായിട്ട് ഈ ഒരു ഉൽപ്പന്നം മാത്രം നിർമ്മിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ അത്രയും എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പ്രൊട്ടക്ഷനും ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപകരണത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നമ്മുടെ വൈദ്യുതിയും വെള്ളവും പാഴാകാതിരിക്കാനും പമ്പ് സെറ്റിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടി ഇതിൽ ടൈമർ ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ചെയ്തതുപോലെ സാധാരണ SMS-ൽ നമുക്ക് അതും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഉപകരണത്തിലുള്ള സിം കാർഡിലേക്ക് ടൈമർ എന്ന് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്ത് അനുപാതത്തിൻ്റെ 2 പുള്ളി ഇട്ടിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ആകേണ്ടത് എന്നും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 15 മിനിറ്റാണ് ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ ആവശ്യാനുസരണം 1 മിനിറ്റ് മുതൽ 240 മിനിറ്റ് വരെ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ സാധാരണ SMS സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ടൈമറും സെറ്റായി. ഇനി നിങ്ങൾ പമ്പ് ഓൺ ചെയ്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് മൊബൈൽ സിഗ്നൽ കട്ടാവുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ തന്നെ മറന്നുപോയാലും നിങ്ങൾ സെറ്റ് ചെയ്ത ആ സമയമാവുമ്പോൾ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണം എന്താണെങ്കിലും അത് കൃത്യമായിട്ട് ഓഫ് ആവും. തീർന്നിട്ടില്ല. ഇനി ഈ ഉപകരണം ഔട്ട്പുട്ട് ഓണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് പോയാൽ പിന്നെ കറണ്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഓൺ ആക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉപകരണം പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്തിട്ട് SMS നമ്മുടെ ഉപകരണത്തിലുള്ള സിം കാർഡിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായി ഓൺ ആയിക്കോളും. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഓൺ ആവുന്നത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ സെൻഡ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സെറ്റിങ്സ് ആയിട്ടുള്ളത്. സെറ്റിങ്സിൻ്റെ കംപ്ലീറ്റ് ചാർട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സെറ്റ് ഫോൺ നമ്പർ 1 2 3 4 5 അങ്ങനെ 5 ഫോൺ നമ്പറുകൾ അഡ്മിൻ ആക്കാം. അതുപോലെ ടൈമർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഓട്ടോമാറ്റിക് പവർ ഓൺ എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് SMS അയക്കാനോ ടൈപ്പ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഇവരുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ എല്ലാം അവർ സെറ്റാക്കി തരും. ഇനി ഞാനിതൊരു വാട്ടർ പമ്പുമായി കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാനിത് കാണിക്കുന്നത് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന MCB ടൈപ്പ് സബ്മേഴ്സിബിൾ പമ്പിലാണ്. ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 1.5 HP വരെയുള്ള പമ്പുകളും 3 ഫേസിൽ വരെ വർക്ക് ചെയ്യുന്ന എത്ര വലിയ പമ്പുകളും കണക്ട് ചെയ്യാവുന്ന ഹെവി റിലേ ആണ് ഈ റിമോട്ട് സ്വിച്ചിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫേസ് മോട്ടോറുകൾ ഉപയോഗിക്കുമ്പോൾ സിംഗിൾ ഫേസ് പ്രിവെൻറ്റർ ഉൾപ്പെടെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പലരും പല ടൈപ്പിലുള്ള പമ്പ് സെറ്റുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട. ഇവരുടെ ഈ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചാൽ മതി. മലയാളത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടും. ഇങ്ങനെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും സ്റ്റാർട്ടിംഗ് സ്വിച്ചുമുള്ള ഇതുപോലത്തെ സബ്മേഴ്സിബിൾ മോട്ടോറിലേക്ക് ഈ GSM റിമോട്ട് കൺട്രോൾ സ്വിച്ച് കണക്ട് ചെയ്യുന്നതിന് ഈ മോട്ടോർ ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ബ്രേക്കറിലേക്ക് ഈ ആംബിയർ മീറ്റർ വഴി ഇൻപുട്ട് വരുന്ന ഫേസ് വയർ സപ്ലൈയിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള 3 സെറ്റ് വയറുകളിൽ ഏറ്റവും മുകളിലുള്ള മോട്ടോറിൻ്റെ മെയിൻ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ണം കൂടിയ ഈ 2 റെഡ് വയറുകളിൽ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ റെഡ് വയർ ഫേസിലേക്കും കണക്ട് ചെയ്താൽ മതി. കൺട്രോൾ യൂണിറ്റിലുള്ള ഈ രണ്ടാമത്തെ 2 വയറുകൾ സ്റ്റാർട്ട് സ്വിച്ചിൽ നിലവിലുള്ള കണക്ഷനുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പാരലലായിട്ടും കണക്ട് ചെയ്താൽ മതി. സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും ഒക്കെയുള്ള ചില മോഡൽ കൺട്രോൾ പാനലുകളിൽ മാത്രമാണ് 3ാമത്തെ സെറ്റ് വയർ ആവശ്യം വരുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും 2 സെറ്റ് വയറുകൾ മാത്രമാണ് കണക്ട് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, സപ്ലൈ ലൈൻ ഇതിലൂടെ കയറി ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആയെങ്കിൽ മാത്രമാണ് MCBയിലേക്ക് സപ്ലൈ എത്തുന്നതും മോട്ടോർ ഓൺ ആവുന്നതും. ഇപ്പോൾ നമ്മൾ മോട്ടോറിലേക്കുള്ള കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള അഡാപ്റ്റർ ഓൺ ചെയ്താൽ സിസ്റ്റം വർക്കിംഗ് ആവും. ഇപ്പോൾ സിഗ്നലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഡയൽ ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ ഓണാക്കാൻ ഒന്ന് ഡയൽ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഓണായി. നമ്മുടെ വാട്ടർ പമ്പും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ട് ഓഫാക്കാൻ ആദ്യം പറഞ്ഞതുപോലെ 0 ഡയൽ ചെയ്താൽ മതി. ഇനി കറണ്ട് ഇല്ലാത്ത സ്ഥലത്ത് സോളാറിൽ ഉപയോഗിക്കുന്ന DC വാട്ടർ പമ്പ് ആണെങ്കിൽ ഇതുപോലെ DC മെയിൽ പിൻ ഉപയോഗിച്ചിട്ട് 12 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്താലും ഈ സിസ്റ്റം വർക്ക് ചെയ്യിക്കാം. ഇതിനെ സ്വിച്ച് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ DC അഗ്രികൾച്ചർ മോട്ടോറുകളും നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ വളരെ ലളിതമായിട്ട് ഏത് ടൈപ്പ് ഫോണിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഉപകരണം വാങ്ങി വെച്ചതുകൊണ്ട് എനിക്കൊരുപാട് പണവും സമയവും അധ്വാനവും ഒക്കെ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഉപകരണത്തിൽ സംതൃപ്തനുമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ GSM റിമോട്ട് കൺട്രോൾ സ്വിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള മോട്ടോർ മാനുവലായി ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ് ആവുന്ന ഇതുപോലത്തെ ടൈമറോ ഒക്കെ വേണമെങ്കിൽ റിമോട്ട് സ്വിച്ച് എന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും കൂടുതൽ വിവരങ്ങളും അറിയാം. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും കൊറിയറും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കൂടുതൽ വീഡിയോകൾക്ക് ഫോളോ ചെയ്യാനും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മോട്ടോർ ഓൺ ആയിരിക്കുന്നു. ഓഫ് ചെയ്യുന്നതിനായി 0 അമർത്തുക. മോട്ടോർ ഇസ് ഓൺ, പ്രസ് 0 to turn off.